നിങ്ങളൊരു ഭാര്യയോ ഭർത്താവോ ആണ്, കുടുംബജീവിതത്തിൽ വിശ്വസ്തനാണ്, ജീവിത പങ്കാളി അറിയാത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ, ജോലി സ്ഥലത്ത് വിശ്വസ്തത കാണിക്കുന്നുണ്ടോ, ജോലി അതത് ദിവസത്തെ വർക്ക് പൂർത്തിയാക്കുന്നുണ്ടോ, ചിന്തിക്കുക. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഒരു ഡയറിയിൽ മെസ്സേജസ് ഒക്കെ എഴുതുന്നതിൻ്റെ ജൈത്രയാത്ര ഇങ്ങനെ തുടങ്ങിയിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞു. ഇതാ 8ാമത്തെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി വെറും 4 മാസം കൂടിയേ ഉള്ളൂ ഈ ഒരു വർഷം തീരാനായിട്ട്, അല്ലെങ്കിൽ ഈ ഡയറി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇതിനോടകം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. വേഗത്തിൽ ചെയ്യുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് ഒത്തിരി മീറ്റിങ്ങുകളുള്ള ആഴ്ചയാണ്. ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ ദ ഗ്യാദറിംഗ് എന്ന പേരിൽ നടക്കുന്ന മീറ്റിംഗ്, അതായത് ഓഗസ്റ്റ് 6-ാം തീയതി നമുക്ക് ആക്കുളത്തുള്ള SFS സ്ഥലത്ത് വെച്ചിട്ട് നടക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വൈകിട്ട് 6:30 നടക്കുന്ന മീറ്റിംഗിൽ പാസ്റ്റർ നെഹമായ ഡാമിൻ ശുശ്രൂഷിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ശനിയാഴ്ച 8-ാം തീയതി അതിശക്തമായ 2 മീറ്റിങ്ങുകൾ ഒരു സ്ഥലത്ത് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അത് നടക്കുന്ന വർക്കലയിലുള്ള വർഷ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക്, ഒരു കൺവെൻഷൻ സെന്റർ ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്, അന്ന് നമ്മുടെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ അവിടെ നടക്കുന്നുണ്ട്. അതായത് എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റ് ഏത് പ്രശ്നത്തിലുള്ള ആളുകൾക്കും അവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പാസ്റ്റർ ഡാമിനും ഞാനും അവിടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ 2 പേരും അവിടെ ശുശ്രൂഷിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തു. അതിനോടൊപ്പം തന്നെ അന്ന് തന്നെ നമ്മുടെ യൂത്ത് റിവൈവൽ ടൂർ കൂടെ ആ മീറ്റിങ്ങോടനുബന്ധിച്ച് പാസ്റ്റർ നെഹമായുടെ നേതൃത്വത്തിൽ യൗവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ചില കാര്യങ്ങൾ കൂടെ അന്ന് നടക്കാൻ പോവുകയാണ്. അപ്പോൾ യൗവനക്കാരായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് വരണം. ഒരു വലിയ അനുഗ്രഹമായിരിക്കും വർക്കലയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ കാണാത്ത ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി വർക്കലയിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഞായറാഴ്ച, അതിൻ്റെ പിറ്റേ ദിവസം 9-ാം തീയതി ഞാൻ കോഴിക്കോടിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങളുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെ കൊണ്ട് നിങ്ങൾ അവിടേക്ക് വരിക. രാവിലെ 10 മണിക്ക് നടക്കുന്ന ആ സ്പെഷ്യൽ ആരാധനയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എവിടെയാണ് മീറ്റിംഗ് എന്നുള്ളതൊക്കെ. അന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 52 ദിവസത്തെ പ്രാർത്ഥന അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം ഞങ്ങളുടെ മിഡ് ഡേ ഫയർ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. പങ്കെടുത്തിട്ടില്ലാത്തവർ ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയും കൂടി ഉള്ളൂ നമ്മുടെ ഈ പ്രാർത്ഥന അവസാനിക്കാൻ. ദയവായി പങ്കെടുക്കുക. അപ്പോൾ തന്നെ 14, 15, 16 ഈ 3 ദിവസങ്ങളായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് കൊച്ചിയിൽ വെച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കാൻ പോവുകയാണ്. ഉപവാസ പ്രാർത്ഥന നടക്കാൻ പോവുകയാണ്. ഞങ്ങളോട് കൂടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും, ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപവസിക്കാനുള്ള ആരോഗ്യം നിങ്ങളെ സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുമായിട്ട് നിങ്ങൾക്ക് ഈ 3 ദിവസത്തേക്ക് ഇവിടേക്ക് കടന്നു വരാം. പ്രത്യേകിച്ച് BT പ്രെയർ ഡേ എന്ന പേരിൽ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നടക്കുന്ന ആ ഒരു സ്പെഷ്യൽ സർവീസ് ഇതിനിടയിലുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് ഈ 3 ദിവസത്തെ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നത്തെ ആഴ്ച നമ്മുടെ 52 ഡേയ്സിൻ്റെ ലാസ്റ്റ് വീക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതൊരു വലിയ അനുഗ്രഹമായി തരും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഞങ്ങൾ അനൗൺസ് ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇന്നൊരു കീ സ്പോൺസറാണ് നമുക്കുള്ളത്. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. താങ്ക് യു കർത്താവെ. മക്കൾക്ക് തലമുറകളിലൂടെ വന്നിട്ടുള്ള എല്ലാ തെറ്റായ സ്വഭാവങ്ങളും പൂർണ്ണമായിട്ടും മാറുവാൻ, അവരുടെ മനസ്സിലും വികാരങ്ങളും ഉണ്ടായിരിക്കുന്ന മുറിവുകളും ബന്ധനങ്ങളും എല്ലാം കർത്താവെ അങ്ങ് സുഖപ്പെടുത്തണമേ, അങ്ങ് സൗഖ്യമാക്കണം. ഒരു വലിയ വിടുതൽ അങ്ങ് നൽകണമേ കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് എടുക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡിവോഷൻ ഡയറിയിൽ നോക്കാമോ? ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. മത്തായി എഴുതിയ സുവിശേഷം 25:21, മാത്യു 25:21 ആണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ വിത്ത് എ ഫ്യൂ തിങ്സ്. നീ ചെറിയ കാര്യങ്ങൾ, അല്പകാര്യങ്ങൾ നീ വിശ്വസ്തനായിരുന്നു. ഐ വിൽ പുട്ട് യു ഇൻ ചാർജ് ഓഫ് മെനി തിങ്സ്. അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കും. വളരെ കോമണായി നമ്മളും കൂടെ വായിക്കാറുള്ളൊരു വചനഭാഗമാണ്. ഡെക്ലറേഷൻ നോക്കുക. മൈ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ സ്മോൾ തിങ്സ് ക്വാളിഫൈസ് മീ ഫോർ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ടുഡേ. ഇന്ന്
കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള എൻ്റെ വിശ്വസ്തത വലിയ ഉത്തരവാദിത്തങ്ങൾക്ക് എന്നെ യോഗ്യനാക്കുന്നു അല്ലെങ്കിൽ യോഗ്യയാക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ദയവായി നിങ്ങൾ നോക്കി അതിൽ നിന്ന് വായിച്ച് ടിക്ക് ചെയ്യുക. ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒന്നാമത്തേതെക്കുറിച്ച് അതിന് മുമ്പ് ഐ എം സോറി എല്ലാവരും യൂട്യൂബിൽ കാണുന്നവർ ആ കമൻറ്റ് സെക്ഷനിൽ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് ടൈപ്പ് ചെയ്യുക, വിശ്വസ്തത എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്കിംഗ് ആണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എല്ലാവരും, അത് നിങ്ങൾ ലൈവായി കണ്ടാലും ഇതിന് ശേഷം ഇന്ന് തന്നെ കണ്ടാലും വേറെ ഏതെങ്കിലും ഒരു ദിവസം റീപ്ലേ കണ്ടാലും, ഫെയ്ത്ത്ഫുൾനെസ്. നമ്പർ 1, ഗോഡ് മെഷേഴ്സ് ഫെയ്ത്ത്ഫുൾനെസ് ബിഫോർ ഫ്രൂട്ട്ഫുൾനെസ്. ഫലപ്രാപ്തിക്ക് മുമ്പ് ദൈവം വിശ്വസ്തതയെ അളക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക് വരുന്നതിന് മുൻപ് ദൈവം നോക്കുന്നത് ഫെയ്ത്ത്ഫുൾനെസ്സാണ്. അഥവാ ഫ്രൂട്ട്ഫുൾനെസ്സിന് മുമ്പ് ഫെയ്ത്ത്ഫുൾനെസ് വരണം. അഥവാ വലിയ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലം കായ്ക്കുന്ന അവസ്ഥകൾ, റിസൾട്ടുകൾ ഉണ്ടാകുന്നതിന് മുൻപ് വിശ്വസ്തത നമ്മിൽ വെളിപ്പെടണം. ഇവിടെ ഇൻ ദ പാരബിൾ ഓഫ് ദ ടാലൻസ്, ദ മാസ്റ്റർ ഡിഡ് നോട്ട് ഫസ്റ്റ് ആസ്ക് ഹൗ മച്ച് ഡിഡ് യു അക്കംപ്ലിഷ്. താലന്തുകളുടെ ഉപമ എല്ലാവർക്കും അറിയാം. ലോകമെമ്പാടും പ്രസിദ്ധമാണ് കർത്താവിൻ്റെ താലന്തുകളുടെ ഉപമ. അറിയാലോ, ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത്. ഈ യജമാനൻ, ഈ കൊടുത്തയാൾ ആദ്യമായി ഈ 3 പേരോട് ചോദിക്കുന്നത് ഹൗ മച്ച് ഡിഡ് യു അക്കംപ്ലിഷ്, നിങ്ങൾ എത്ര നേടി എന്നുള്ളത് എന്നതിനേക്കാൾ ആദ്യം അദ്ദേഹം പറയുന്നത് ഹി ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ. നീ വിശ്വസ്തനായിരുന്നു എന്ന കാര്യമാണ് യജമാനൻ ആദ്യം എടുത്ത് പറയുന്നത്. എന്ത് നേടി, എന്ത് വർദ്ധിപ്പിച്ചു, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം പറയുന്നത് നീ വിശ്വസ്തനായിരുന്നു ഇല്ലയോ ആ കാര്യമാണ്. ഹെവൻ സെലിബ്രേറ്റ്സ് ഫെയ്ത്ത്ഫുൾനെസ് ബിഫോർ ഇറ്റ് സെലിബ്രേറ്റ്സ് സക്സസ്. ഒരാളുടെ ജീവിതത്തിലുള്ള വലിയ വിജയത്തെ ആഘോഷിക്കുന്നതിന് മുൻപ് അയാളുടെ ജീവിതത്തിലെ വിശ്വസ്തതയെയാണ് സ്വർഗം ആഘോഷിക്കുന്നത്. Many people are impressed by visible results, but God first looks at consistent obedience. അപ്പം നമ്മളെല്ലാവരും പെട്ടെന്ന് ഇമ്പ്രസ്ഡ് ആകുന്നത് എന്ത് കാണുമ്പോഴാണ്? ഒരാളുടെ ജീവിതത്തിൽ ദൃശ്യമായ, പ്രകടമായ, കാണത്തക്ക രീതിയിലുള്ള റിസൾട്ടുകൾ കാണുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അതിൽ കോൾമയർ കൊണ്ട് ഭയങ്കരമായ അപ്രിസിയേഷനൊക്കെ പറയും. എന്നാൽ ദൈവം നോക്കുന്നത് അതിനു മുമ്പ് ഈ ആൾ അനുസരിക്കുന്ന കാര്യത്തിൽ, കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സ്ഥിരതയോടുകൂടെ, വിശ്വസ്തയോടുകൂടെ കാര്യനിർവഹണം ചെയ്തോ എന്നതാണ് കർത്താവ് ആദ്യം നോക്കുന്നത്. ചില വചനങ്ങൾ 1 കൊറിന്ത്യർ 4:2, 1 Corinthians chapter 4 verse number 2, it is required that those who have been given a trust must prove faithful. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആളുകളെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവരിലുണ്ടോ എന്ന് നോക്കുന്നത് വിശ്വസ്തതയാണ്. മലയാളം ബൈബിളിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഗൃഹവിചാരകന്മാർ എന്ന് പറയുന്നത് കാര്യവിചാരകന്മാരാണ്. കാര്യവിചാരകന്മാർ എന്ന് പറയുന്നത് മാനേജേഴ്സാണ്. മാനേജേഴ്സ് എന്ന് പറയുന്നത് വേറൊരാളുടെ വസ്തുവകകൾ, വേറൊരാളുടെ കാര്യാദികൾ നോക്കി നടത്താൻ ചുമതലപ്പെട്ട വ്യക്തിയാണ് മാനേജർ എന്ന് പറയുന്നത്. അയാളുടെ സ്വന്തമല്ല ഒന്നും. ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി, ഒരു സ്ഥാപനം, അതിനകത്ത് മാനേജർ പോസ്റ്റിൽ ആ ക്യാബിലിരിക്കുന്ന ആൾ ഒരിക്കലും അയാളുടെ സ്ഥാപനമല്ല അയാൾ മാനേജ് ചെയ്യുന്നത്, മറ്റൊരാളുടെ അതിൻ്റെ ഓണർ വേറെ ആയിരിക്കും, പ്രൊപ്രൈറ്റർ വേറെ ആയിരിക്കും. പക്ഷേ മാനേജറാണ് മാനേജ് ചെയ്യുന്നത്, കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ഉദാഹരണത്തിന് ദൈവം ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചു. അതിനുശേഷം ഭൂമിയിൽ ഏദൻ തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ ആദമിനാക്കിയിട്ട് പറഞ്ഞു, നീ തോട്ടം നോക്കി നടത്തുക, നീയാണിതിൻ്റെ കാര്യവിചാരകൻ അഥവാ മാനേജർ. ഏദൻ തോട്ടത്തിൻ്റെ മാനേജർ തസ്തികയിലാണ് ആദമിനെ ആദ്യം ഇരുത്തിയത്. അപ്പോൾ അവരിൽ ദൈവം നോക്കുന്ന ആദ്യത്തെ ക്വാളിറ്റി പറയാമോ? ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത
ആണ് ആദ്യം നോക്കുന്നത്. അതിന് ശേഷമാണ് എത്രത്തോളം ഇയാൾ നേട്ടമുണ്ടാക്കി അല്ലെങ്കിൽ കോട്ടമുണ്ടാക്കി എന്നുള്ള കാര്യം പിന്നീട് വരുന്ന കാര്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12:42 ഹൂ ദെൻ ഈസ് ദ ഫെയ്ത്ത്ഫുൾ ആൻഡ് വൈസ് മാനേജർ. അപ്പോൾ അവിടെ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ആരാണ് വിശ്വസ്തനും ജ്ഞാനിയുമായ ബുദ്ധിമാനുമായ മാനേജർ എന്നുള്ള വേർഡാണ് അവിടെ വരുന്നത്. ലൂക്കോസ് 12:42. പല കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടൊരാൾ, ഒരു യജമാനൻ ദീർഘയാത്രയ്ക്ക് പോകുന്ന വഴിക്ക് യജമാനൻ്റെ ആബ്സൻസിൽ വളരെ വിശ്വസ്തയോടെയും ബുദ്ധിയോടുകൂടെയും കാര്യങ്ങൾ ചെയ്യുന്നവൻ ആര്? സാം 101 വേഴ്സ് നമ്പർ 6, 101-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വചനം. മൈ ഐസ് വിൽ ബി ഓൺ ദ ഫെയ്ത്ത്ഫുൾ ഇൻ ദ ലാൻഡ്. ദേശത്തിലെ വിശ്വസ്തന്മാരുടെ മേൽ എൻ്റെ ദൃഷ്ടി ഞാൻ പതിപ്പിക്കും. അപ്പോൾ ഒരു ദേശം, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പേർ താമസിക്കുന്ന ഒരു പ്രദേശം, എന്നാൽ അതിൽ എത്ര പേർ വിശ്വസ്തരാണ് എന്നത് കർത്താവ് നോക്കും. ഗോഡ് റിവാർഡ്സ് ഡിവോട്ട്ഷിപ്പ് ബിഫോർ ഹി റിവാർഡ്സ് അച്ചീവ്മെൻറ്റ്. നേട്ടങ്ങളുടെ കാര്യത്തിൽ കർത്താവ് പ്രതിഫലം നൽകുന്നതിന് മുൻപ് സ്റ്റിവാർഡ്ഷിപ്പിൻ്റെ കാര്യത്തിൽ, എന്ന് വെച്ചാൽ കാര്യനിർവഹണത്തിൻ്റെ കാര്യത്തിലാണ് കർത്താവ് റിവാർഡ് നൽകുന്നത്. രണ്ടാമത്തേത്, നമ്പർ 2, സ്മോൾ അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ അസ് ഫോർ ഗ്രേറ്റർ വൺസ്. കൊച്ചു കൊച്ചു ചുമതലകളാണ് വലിയ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി നമ്മെ തയ്യാറാക്കുന്നത്. ഈ താലന്തുകളുടെ ഉപമയിൽ ജീസസ് ഡെലിബറേറ്റ്ലി കണക്ട്സ് ആ ഫ്യൂ തിങ്സ് വിത്ത് മെനി തിങ്സ്. അപ്പോൾ അവിടെ അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നു, അധികത്തിലേക്ക് വിചാരകനാക്കുക. അപ്പോൾ 2 കാര്യങ്ങളാണ്, അല്പകാര്യങ്ങൾ, അധിക കാര്യങ്ങൾ. ഈ 2 കൈകളെല്ലാവരും ഇങ്ങനെ എടുത്ത് പിടിച്ചേ, ഇങ്ങനെ പിടിക്കുക. ഒരു കൈ ഇങ്ങനെ പിടിക്കുക. അല്പകാര്യങ്ങൾ, അധിക കാര്യങ്ങൾ. അല്പകാര്യങ്ങൾ, അധികം കാര്യങ്ങൾ. അപ്പോൾ ആ ഫ്യൂ തിങ്സ്, മെനി തിങ്സ്, ഇത് രണ്ടും തമ്മിൽ താരതമ്യം. ഈ അല്പകാര്യങ്ങളിൽ ഒരാൾ വിശ്വസ്തനാണെങ്കിൽ അയാളെ പടിപടിയായി എവിടെ കൊണ്ടുവരാൻ കഴിയും? അധിക കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കഴിയും. ഗോഡ്സ് കിങ്ഡം ഗ്രോസ് ത്രൂ സ്റ്റുവർഷിപ്പ്. ദൈവരാജ്യം വളരുന്നത് ഗൃഹവിചാരകത്വത്തിലൂടെയാണ്. ദൈവരാജ്യം എങ്ങനെ വളരുന്നത്? മാനേജ്മെൻറ്റിലൂടെയാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് അവരെ തെളിയിച്ച് കൊണ്ടുവരുന്നതാണ് ദൈവരാജ്യം. അങ്ങനെയാണ് ദൈവരാജ്യം വളരുന്നത്. ഈ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ ദാവീദിന് ആദ്യം ദൈവം കൊടുത്തത് ആടുകളെയാണ്, ആളുകളെയല്ല. ശ്രദ്ധിച്ചായിരുന്നോ? ദാവീദിൻ്റെ കയ്യിലേക്ക് രാജ്യത്തിലെ ആളുകളെ കൊടുക്കുന്നതിന് മുമ്പ് ആടുകളെ കൊടുത്തു, അപ്പൻ്റെ ആടുകളെ കൊടുത്തു. ഒന്നുകൂടി പറയാം, ഭൂമിയിലെ പിതാവിൻ്റെ ആടുകളെ ആദ്യം കൊടുത്തു നോക്കി, അതിൽ വിശ്വസ്തനാണോ? ആർക്ക്? ദാവീദിന്. എന്നിട്ടാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ ആളുകളെ തൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. അതൊന്ന് ടൈപ്പ് ചെയ്തിടാം ആരെങ്കിലും. ഭൂമിയിലെ പിതാവിൻ്റെ ആടുകളുടെ കാര്യത്തിൽ ദാവീദ് വിശ്വസ്തനായപ്പോഴാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ ആളുകളുടെ കാര്യം അവനെ ഏൽപ്പിച്ചത്. അതൊന്ന് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ തന്നെയാണ് ജോസഫ് മാനേജ്ഡ് എ പ്രിസൺ ബിഫോർ ഹി ഗവേൺഡ് ഈജിപ്റ്റ്. ജോസഫിൻ്റെ കാര്യത്തിൽ ഈ കാരാഗൃഹത്തിനകത്ത്, ജയിലിനകത്തുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആരും പുറം ലോകം കാണാത്ത ഒരു അധോലോകമാണ്. അന്നത്തെ കാലത്ത് അതൊരു അധോലോകമാണ്. മീൻസ് പലപ്പോഴും അണ്ടർഗ്രൗണ്ട് ഡഞ്ചൻസിലാണ് ഈ തടവുള്ളിലിടുന്നത്. ഭൂമിയുടെ താഴെയാണ്. ഒരാളും കാണുന്നില്ല, ഒരാളും വീഡിയോ എടുക്കുന്നില്ല, ഒരാളും ഫോട്ടോ എടുക്കുന്നില്ല. എന്തവിടെ ചെയ്താലും പുറലോകം കാണുന്നില്ല. അങ്ങനെ ഇരുളിൽ കാണാമറയത്ത് കാരാഗൃഹത്തിനകത്ത് ജോസഫ് വിശ്വസ്തനായി തീർന്നപ്പോഴാണ് രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നത്. ഫിലിപ്പ് സെർവ്ഡ് ടേബിൾസ് ബിഫോർ ഹി പ്രീച്ച്ഡ് ടു സിറ്റീസ്. ഇനി ഫിലിപ്പോസിൻ്റെ കാര്യം, അപ്പോസ്തല പ്രവൃത്തികളിലാണ് ഫിലിപ്പോസ്. ഈ ഫിലിപ്പോസിൻ്റെ കാര്യത്തിൽ 6-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിലൊക്കെ എടുത്ത് നോക്കിയാൽ 6-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനെ കാണുന്നത് മേശയിൽ ശുശ്രൂഷിക്കാനാണ്, അഥവാ ഭക്ഷണം വിളമ്പാനാണ് അദ്ദേഹത്തെ ആക്കി വെച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ 8-ാം അധ്യായത്തിൽ കാണുന്നത് സിറ്റി വൈഡ് ക്രൂസൈഡ് നടത്തുന്ന ആളായിട്ടാണ്. അപ്പം മേശയിൽ
ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ വിശ്വസ്തത കാണിച്ചപ്പോൾ അതിൽ കണ്ടോ, എനിക്ക് ഭയങ്കര വിളിയാണുള്ളത്, എന്നിട്ട് എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ഈ ഭക്ഷണം വിളമ്പാനാണോ, ചോറും കറിയും സാമ്പാറും വിളമ്പാനാണോ എന്നെ ആക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പിറുപിറുക്കാതെ ആക്കി വെച്ചതിൽ വളരെ വിശ്വസ്തത കാണിച്ചു. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ പോകുന്ന കൂട്ടായ്മയിൽ, ബ്ലെസ്സിങ് സെൻറ്ററിൽ നിങ്ങൾ കേൾപ്പിക്കുന്ന ശുശ്രൂഷ ഒരുപക്ഷെ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ താണ ശുശ്രൂഷയായിട്ട് തോന്നും. അവിടെ വിശ്വസ്തത കാണിച്ചെങ്കിൽ മാത്രമേ സിറ്റി വൈഡ് ക്രൂസൈഡിലേക്ക് ദൈവം കൊണ്ടുപോകുകയുള്ളൂ. ഈ സെക്കറിയ ചാപ്റ്റർ 4:10 ഒന്ന് വായിച്ചു നോക്കണം. സെഖര്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ, ഡു നോട്ട് ഡെസ്പൈസ് ദ ഡേ ഓഫ് സ്മോൾ ബിഗിനിങ്സ്. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും എന്ന് വെച്ചാൽ വളരെ 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 ചെറുതായ രീതിയിൽ ചില കാര്യങ്ങൾ തുടങ്ങുമ്പോൾ, ഓ മൈ ഗോഡ്, അതിനെ പലരും തുച്ഛീകരിക്കും. ഇപ്പോൾ ഞാനൊക്കെ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ, ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. ഒരു കുഗ്രാമത്തിൽ ഒരു ചെറുക്കനായിട്ട് നടക്കുന്ന ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഒരാളുടെ സുവിശേഷം പറയുന്നു, ഒരു ട്രാക്ട് കൊടുക്കുന്നു, ഒരു കുടിലിൽ കയറി ചെന്ന് സുവിശേഷം പറയുന്നു, ചേരി പ്രദേശങ്ങളിൽ പോകുന്നു, ഇങ്ങനെ ഒരു പബ്ലിസിറ്റി ഇല്ല, അഡ്വർടൈസ്മെൻറ്റും ഇല്ല, ആരും അറിയുന്നില്ല, ആരും അറിയാതെ ചെയ്യുന്ന കൊച്ചു 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 ശുശ്രൂഷകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഡു നോട്ട് ഡെസ്പൈസ് ദ ഡേ ഓഫ് സ്മോൾ ബിഗിനിങ്സ്. അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കരുത്. വളരെ ചെറിയ ശുശ്രൂഷയായിരിക്കാം ഇന്ന് നിങ്ങൾ ചെയ്യുന്നത്, ഒരുപക്ഷെ വളരെ ചെറിയ ശുശ്രൂഷയായിരിക്കാം നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, പക്ഷെ അതിനെ വില കുറച്ച് കാണണ്ട. അങ്ങനെ ആരും കാണാത്ത ശുശ്രൂഷയാകാം നാളെ ലോകത്തെ സ്പർശിക്കുന്നൊരു ശുശ്രൂഷയായി ദൈവം വളർത്തിയെടുക്കാൻ പോകുന്നത്. സദൃശ്യവാക്യങ്ങൾ 28:20, Proverbs 28:20, എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ വിൽ ബി റിച്ച്ലി ബ്ലെസ്ഡ്. വിശ്വസ്തനായ ഒരു മനുഷ്യൻ സമ്പന്നമായി അനുഗ്രഹിക്കപ്പെടും. ഭയങ്കരമായ അനുഗ്രഹം ആ വ്യക്തിയുടെ മേൽ വരും. വിശ്വസ്തത. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിശ്വസ്തത. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ ടൈപ്പ് ചെയ്യുക, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. നിങ്ങളൊരു പക്ഷേ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു താഴ്ന്ന തസ്തികയിലാകാം. ആര് കണ്ടു അവിടെ വിശ്വസ്തത കാണിച്ചാൽ അടുത്ത പ്രൊമോഷൻ, അടുത്ത പ്രൊമോഷൻ, അടുത്ത പ്രൊമോഷൻ, ഇൻക്രിമെൻറ്റ്, പ്രൊമോഷൻ, ഇൻക്രിമെൻറ്റ്, ഇങ്ങനെ ലാഡർ കയറിപ്പോകാൻ ദൈവം സഹായിക്കും. കുടുംബകാര്യങ്ങളിൽ വിശ്വസ്തത കാണിച്ചാൽ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച് വലുതാക്കും. ശുശ്രൂഷയുടെ കാര്യത്തിൽ ദൈവം അനുഗ്രഹിച്ച് വലുതാക്കും. ചിലപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷയായിരിക്കാം, ദൈവം അതിനെ അനുഗ്രഹിച്ച് വലുതാക്കും. നമ്പർ 3, ഫെയ്ത്ത്ഫുൾനെസ് മീൻസ് റിമെയിനിങ് കോൺസ്റ്റൻറ്റ് വെൻ നോബഡി നോട്ടീസസ്. ആരും കാണാതിരിക്കും സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണ് വിശ്വസ്തത. എല്ലാവരുടെ മുമ്പിലല്ല, അതെല്ലാവരും ചെയ്യും. ആളുകൾ കാണിക്കാൻ വേണ്ടി വിശ്വസ്തത കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതല്ല, ആരും കാണാത്തപ്പോൾ വിശ്വസ്തത. എനിവൺ ക്യാൻ ബി ഫെയ്ത്ത്ഫുൾ വെൻ ദർ ഈസ് അപ്ലോസ്. എല്ലാവരും കൈയടിക്കുന്ന ഒത്തിരി പേര്, ആയിരക്കണക്കിന് പേർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ ട്രൂ ഫെയ്ത്ത്ഫുൾനെസ് കണ്ടിന്യൂസ് വെൻ പ്രേയേഴ്സ് സീം അൺആൻസേർഡ്. പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാഞ്ഞിട്ടും തുടർന്നും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് വിശ്വസ്തത. വെൻ റെക്കഗ്നിഷൻ ഈസ് ആബ്സെൻറ്റ്, ആരും അംഗീകരിക്കുന്നില്ല, ആരുടെയും അംഗീകാരമില്ല, മെഡൽ കിട്ടുന്നില്ല, ട്രോഫി കിട്ടുന്നില്ല, മെമൻറ്റോ കിട്ടുന്നില്ല, ക്യാഷ് അവാർഡില്ല, ആരും ഒരു മാല കൊണ്ടുവന്നിടുന്നില്ല, പേര് അനൗൺസ് ചെയ്യുന്നില്ല, എന്നിട്ടും അത് നോക്കാതെ തുടർന്നും ഏൽപ്പിച്ച് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പേരാണ് വിശ്വസ്തത. ഞാനിപ്പോൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത്, വെൻ പ്രോഗ്രസ് അപ്പിയേഴ്സ് സ്ലോ. പുരോഗതി ഒന്നും കാണുന്നില്ല, കാര്യമായ ഒന്നും പുരോഗമിക്കുന്നില്ല, എന്നിട്ടും നിർത്തുന്നില്ല. ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പേരാണ് വിശ്വസ്തത. Faithfulness is choosing obedience without demanding immediate results. പെട്ടെന്നുള്ള ഭയങ്കരമായ റിസൾട്ട് ഇല്ലെങ്കിൽ പോലും തുടർന്നും അനുസരണത്തോടെ ഏൽപ്പിച്ച കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പേരാണ് വിശ്വസ്തത.
എബ്രായ ലേഖനം 10:36, Hebrews 10:36, you need to persevere so that after you have done the will of God, you will receive what He has promised. ദൈവേഷ്ടം ചെയ്യുന്ന കാര്യത്തിൽ സഹിഷ്ണുത കാണിച്ചാൽ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ആ ഒരു പ്രതിഫലം ലഭിക്കും, കൈപ്പറ്റാനിടയാകും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2:10 ബി ഫെയ്ത്ത്ഫുൾ ഈവൻ ടു ദ പോയിൻ്റ് ഓഫ് ഡെത്ത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ പറയുന്നത്. മരിച്ചു വീഴുന്നതുവരെ വിശ്വസ്തത കാണിക്കുക. ഫെയ്ത്ത്ഫുൾനെസ് ഈസ് സസ്റ്റെയിൻഡ് ബൈ കൺവിക്ഷൻ, നോട്ട് ബൈ കോംപ്ലിമെൻറ്റ്സ്. വിശ്വസ്തതയെ നിലനിർത്തുന്നത് അകത്തുള്ള ഉത്തമമായ ഒരു ബോധ്യമാണ്. ഞാനിത് വിശ്വസ്തയോടെ ചെയ്യാൻ കടപ്പെട്ടവനാണ്. ആര് കണ്ടാലും കണ്ടില്ലേലും, ഒരു 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 അവാർഡ് കിട്ടിയാലും ഇല്ലേലും അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ കൃത്യമായി വിശ്വസ്തയോടെ ഈ കാര്യം ചെയ്യും. അതല്ലാതെ ഒത്തിരി പേരുടെ അഭിനന്ദനങ്ങളോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ അപ്രീസിയേഷനോ ഒന്നും നോക്കിയിട്ടില്ല. ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യും. 4, ദ ഗ്രേറ്റസ്റ്റ് റിവാർഡ് ഈസ് ദ മാസ്റ്റേഴ്സ് കമൻഡേഷൻ. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് യജമാനൻ്റെ അഭിനന്ദനമാണ്. ഏൽപ്പിച്ചതാരാണോ ആ വ്യക്തി വന്നിട്ട് വെരി ഗുഡ്, എക്സലൻറ്റ്, വെൽ ഡൺ, മറ്റുള്ളവരുടെ മുമ്പിലോ അല്ലാതെയോ, അതാണ് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നമുക്കുള്ള പ്രതിഫലം. ഒരു വിശ്വാസിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? ദ ഹയസ്റ്റ് വേർഡ്സ് എ ബിലീവർ ക്യാൻ ഹിയർ ആർ വെൽ ഡൺ, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. ഓ അഖിലാണ്ടത്തിൻ്റെ ഉടമയായ ദൈവം ഒരു ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച സകല തലമുറകളും കൂടിയിരിക്കുന്ന സദസ്സിൽ നിങ്ങളെയോ എന്നെയോ വിളിച്ചിട്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നെങ്ങാലും പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇവിടെ രാഷ്ട്രപതിയുടെ അവാർഡോ പ്രധാനമന്ത്രിയുടെ അവാർഡോ UN-ൻ്റെ അവാർഡോ നൊബേൽ പ്രൈസോ കിട്ടുന്നതിനേക്കാൾ വലുതാണ് സ്വർഗത്തിൽ നിത്യതയിൽ മഹാദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന അപ്രിസിയേഷൻ. യേശു കർത്താവ് ഇവിടെ പറയുമ്പോൾ കർത്താവ് ഒരിക്കലും പറയുന്നില്ല വെൽ ഡൺ ഫേമസ് സെർവൻറ്റ്, വളരെ പ്രശസ്തനായ ദാസനെ വാ, ലോകപ്രശസ്ത സുവിശേഷകനെ എന്നല്ല കർത്താവ് വിളിക്കുന്നത്. പകരം വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, വിശ്വസ്തനായ ദാസനെ. ഒരിക്കലും വെൽ ഡൺ സക്സസ്ഫുൾ സെർവൻറ്റ്, ഇത്രയും വിജയിയായ ദാസനെ എന്നല്ല പറയുന്നത്, വിശ്വസ്തനായ ദാസനെ. കൊലോസ്യ ലേഖനം 3:23-24 യു ആർ സെർവിങ് ദ ലോർഡ് ക്രൈസ്റ്റ്. യജമാനനായ ക്രിസ്തുവിനെ അത്രേ നിങ്ങൾ സേവിക്കുന്നത്. ഈ ഒരു ഹാർട്ട് എല്ലാ സഭകളിലും മിഷൻ സ്റ്റേഷനുകളിലും ദൈവിക ശുശ്രൂഷകരുടെ ഇടയിലും പാസ്റ്റേഴ്സിൽ, സുവിശേഷകരിൽ, എല്ലാവിധ ശുശ്രൂഷകരിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? ഒരു മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല, മിഷൻ ബോർഡിനെ പ്രീതിപ്പെടുത്താനല്ല, സീനിയർ പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ടീം ലീഡറെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ക്രിസ്തുവിനെ കർത്താവ് ഇത് കാണുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ യഥാർത്ഥ നല്ല ആറ്റിറ്റ്യൂഡോടുകൂടെ, നല്ല ഹൃദയത്തോടുകൂടി ചെയ്യുവാണെങ്കിൽ അതിനാണ് പ്രതിഫലമുള്ളത്. 2 Timothy chapter 4 verse number 7 and 8 പൗലോസ് പറയുന്നു, ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ്, ഞാൻ നല്ല പോർ പൊരുതി. ദർ ഇസ് ഇൻ സ്റ്റോർ ഫോർ മീ ദ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആത്യന്തികമായി നമ്മൾ പോയി കണക്ക് സെറ്റിൽ ചെയ്യാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ മുമ്പിലാണ്, കർത്താവിൻ്റെ മുമ്പിലാണ്. എനിക്ക് ഒത്തിരി പേര് പേഴ്സണലി പ്രെയർ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ സോഫ്റ്റ്വെയർ കമ്പനികളിൽ, സ്കൂളുകളിൽ, ഹോസ്പിറ്റലിൽ, അവിടെയൊക്കെ ജോലി ചെയ്യുന്ന പലരും എനിക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുന്നതിൽ ഒരു പ്രാർത്ഥനാ വിഷയം, ഞങ്ങളുടെ അപ്രീസിയേഷൻ്റെ ടൈമാണ്. ഞങ്ങളുടെ വലിയ സാറുമാർ, ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ളവരും എല്ലാവരും വന്നുള്ള പ്രത്യേകിച്ചുള്ള ഇവാലുവേഷനും റിപ്പോർട്ടിങ്ങും എല്ലാം നടക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കണം.
നല്ല കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയാനും എനിക്കൊരു പ്രൊമോഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ചിലർക്കൊക്കെ അതിനുശേഷം റിപ്ലൈ വരും. പ്രാർത്ഥിച്ച ശേഷം ആ വലിയ സാറന്മാരൊക്കെ വന്നു പോയ ശേഷം നല്ല അഭിപ്രായം കിട്ടി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. പലരും ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്നാൽ ഈ വന്ന സാറന്മാരും അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് വന്നവരും ഇൻസ്പെക്ടേഴ്സും എല്ലാം മനുഷ്യരാണ്. അവർ മരിക്കും, നമ്മൾ മരിക്കും, എല്ലാം മരിക്കും. എന്നാൽ അൾട്ടിമേറ്റ്ലി ഏറ്റവും അവസാനത്തെ ഒരു അപ്രിസിയേഷൻ, ഏറ്റവും അവസാനത്തെ ഒരു ഇവാലുവേഷൻ നടക്കാൻ പോകുന്നത് കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലാണ്. ആ സമയത്ത് നമുക്ക് ആ സദസ്സിൽ നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുമോ? വിശ്വസ്തത തെളിയിക്കപ്പെടുമോ? അതുകൊണ്ട് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ, ലിവ് ഫോർ ദ സ്മൈൽ ഓഫ് ദ മാസ്റ്റർ. യജമാനൻ്റെ ആ പുഞ്ചിരിക്ക് വേണ്ടി ജീവിക്കുക. നമ്മളോട് ചെല്ലുന്ന സമയത്ത് കർത്താവ് നമ്മളെ കണ്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന് വിളിക്കുന്ന ആ നിമിഷം കണ്ടു വേണം നമ്മൾ മുന്നിലേക്ക് പോകാൻ. അപ്പം ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒരു തീരുമാനം എടുക്കുക. ഞാൻ വിശ്വസ്തനായി ജീവിക്കും, വിശ്വസ്തയായി ജീവിക്കും. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഐ വിൽ ബി ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ്. ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ വിശ്വസ്തനായിരിക്കും. ഉദാഹരണത്തിന് വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ പ്രേയർ. പ്രാർത്ഥനയുടെ കാര്യത്തിൽ വിശ്വസ്തത വേണം. ആൻഡ് വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ അവർ ഫാമിലി. നിങ്ങളൊരു ഭാര്യയോ ഭർത്താവോ ആണോ? കുടുംബജീവിതത്തിൽ വിശ്വസ്തനാണോ? ചിന്തിക്കണം. ഭാര്യയോട് വിശ്വസ്തനാണോ? ഭർത്താവിനോട് വിശ്വസ്തനാണോ? ജീവിത പങ്കാളിയെ അറിയാത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? കുടുംബത്തോട് വിശ്വസ്തനാണോ? വിശ്വസ്തയാണോ? ചോദ്യങ്ങളാണ്. ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ വർക്ക്. ജോലിസ്ഥലത്ത് വിശ്വസ്തതയുണ്ട്. ഒന്ന് ചിന്തിക്കണം. ജോലിസ്ഥലത്ത് വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? കൃത്യസമയത്ത് അറ്റൻഡൻസ് മാർക്ക്, കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകുന്നുണ്ടോ? കൃത്യസമയത്ത് തന്നെ ഇറങ്ങുന്നുണ്ടോ എന്നല്ല, അല്പം കൂടുതൽ വർക്ക് ചെയ്താലും ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ജോലി അതത് ദിവസത്തെ വർക്ക് പൂർത്തിയാക്കുന്നുണ്ടോ? ചിന്തിക്കുക. ബി ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ മിനിസ്ട്രി. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരോടും ശുശ്രൂഷയിൽ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? ബി ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ തിങ്സ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തതയുണ്ടോ? എപ്പോഴും വലിയ വലിയ പ്ലാറ്റ്ഫോമുകൾ മാത്രം തേടി നമ്മൾ പോകരുത്. പകരം പെർസ്യൂ ഗ്രേറ്റർ ഫെയ്ത്ത്ഫുൾനെസ്. കൂടുതൽ വിശ്വസ്തത, കൂടുതൽ വിശ്വസ്തത. ആഗ്രഹം ഇതാണ്, നമുക്കെല്ലാവർക്കും അവസാനം നമ്മൾ ഈ ഭൂമി വിട്ടെല്ലാം പോയി ദൈവസന്നിധിയിലെത്തുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളി കേൾക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. കൈ ഒന്നും കൊണ്ട് നീട്ടിപ്പിടിക്കാമോ? കർത്താവെ, ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കേട്ട എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുകയാണ്. നട്ടലിന് തകരാറുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നട്ടലിൻ്റെ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് പെയിനുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കും. സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത പലരും, നിങ്ങളുടെ മുമ്പിലൊരു സർജറി ഉണ്ട്, എന്നാൽ യേശുവിൻ നാമത്തിൽ ആ സർജറി മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ സാമ്പത്തിക ക്ലേശങ്ങളിലിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജപ്തിയെ അഭിമുഖീകരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലെല്ലാം വിടുതൽ അങ്ങ് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. പൈൽസ് രോഗമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ നാമത്തിൽ. അങ്ങനെയുള്ളവർ വിശ്വസിക്കുക. ബ്ലീഡിംഗ് ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസറസ് ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ വലിയ വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് ഒത്തിരി വിഷയങ്ങൾ കാണും പ്രാർത്ഥിക്കാൻ. ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളെ പ്രാർത്ഥന വിഷയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കാം, ഓഡിയോ മെസ്സേജായിട്ട് അയക്കാം, വിളിച്ചു പറയാം. പ്രെയർ ലൈൻ നമ്പർ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ആ പ്രെയർ ലൈനിൽ നേരിട്ട് വിളിക്കാം. ഇങ്ങനെ പല രീതിയിൽ നിങ്ങളെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ധൂപവർഗം പോലെ പലരും പ്രാർത്ഥിച്ച് അവിടെ എത്തിക്കും. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറിക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഇവിടെ കാണാമല്ലോ ലൈക്ക്, അത് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാവും. കാരണം
ഇത് അനേകരിലേക്ക് എത്താൻ അത് സഹായിക്കും. അതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു. വിൽ സീ യു ടുമോറോ. ബൈ.